അപ്പൊ എല്ലാവർക്കും പുതിയൊരു കേരള ലോട്ടറി ട്രിക്ക് വീഡിയോസിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 37ന്റെ ഒരു ട്രിക്കാണ്. നമ്പർ 37. ആ 37 എന്ന് പറഞ്ഞൊരു നമ്പറിന് നല്ലൊരു ഒരു മാജിക് ആയിട്ടുള്ളൊരു ട്രിക്ക് തന്നെ നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റും. 37 എന്ന് പറഞ്ഞ നമ്പർ നല്ലൊരു നമ്പറാണ്. അപ്പൊ എന്താണ് 37ന്റെ പ്രത്യേകത എന്നുള്ളത് പറഞ്ഞുതരാം. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഒരു കാര്യം. പിന്നെ ഇത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കട്ട നമ്പറുകൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതായത് എല്ലാ ദിവസവും കട്ട നമ്പർ വരുന്നുണ്ട്. ഇപ്പോൾ 11-10 ബ്ലോക്ക്, അതായത് 3-1 തുടങ്ങുന്ന ലോട്ടറി ടിക്കറ്റുകൾ. അപ്പൊ അത് എല്ലാവരും ചിലപ്പോൾ 4-1 എടുക്കും, അല്ലെ? 4-1 എടുക്കും. അതുപോലെ ഈ കട്ട നമ്പറുകൾ 2-2-2, 3-3-3, 4-4-4, 5-5-5, 6-6-6, 7-7-7, അങ്ങനെയുള്ള 8-8, 9-9 തുടങ്ങുന്ന കട്ട നമ്പറുകളിൽ തുടങ്ങുന്ന ടിക്കറ്റുകൾ എന്നും വരുന്നുണ്ട്. അതായത് ടിക്കറ്റുകൾ വരുന്നുണ്ട്, പക്ഷെ പ്രൈസുകൾ എന്നും വരുന്നില്ല. അപ്പൊ ഈ കട്ട നമ്പറുകളിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള, അതായത് ഇപ്പോ 9, അതായത് 99-90 ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 37 വെച്ചിട്ട്. ഓക്കെ, ഈ 37 കൊണ്ട് നമുക്ക് ഏത് കട്ട നമ്പറിന്റെ ബ്ലോക്കാണ് വരാൻ സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു 37ന്റെ ഒരു പ്രത്യേകത. പിന്നെന്ന് വെച്ചാൽ എന്താണ് 37ഉം ഈ കട്ട നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്പറിൻ്റെതായ ട്രിക്ക്, ഒറിജിനൽ ട്രിക്കാണ് ഇതൊക്കെ. അതായത് ഉള്ള സത്യമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇതിനെ നമ്മൾ കൊണ്ടുപോയിട്ട് കേരള ലോട്ടറിയിൽ നമ്പർ തന്നെയല്ലേ, അപ്പൊ അതിൽ വല്ലതും വർക്കൗട്ട് ആവുമോ എന്ന് നമ്മൾ നമ്മുടേതായ രീതിയിൽ വെച്ച് നോക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇതെന്തായാലും ലിങ്ക് ഉണ്ട്. ഈ കട്ട നമ്പറുകളും ഈ 1-1-1-3-3 അങ്ങനെയുള്ള കട്ട നമ്പറുകളും 37 തമ്മിൽ എന്താണ് ബന്ധം? ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ വെച്ചിട്ട് കേരള ലോട്ടറിയിൽ ചെന്നിട്ട് റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ നമുക്ക് ലോട്ടറി എടുത്താലോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ നോക്കുക, നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്കും കിട്ടും. എനിക്ക് എന്റേതായ ഒരു ഐഡിയ കിട്ടിയതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഇതെന്താണ് ഈ കട്ട നമ്പർ 37 തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞുതരാം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു 3-1 എടുക്കുക. ഇപ്പൊ ഒരു കട്ട നമ്പറാണല്ലോ 1-1-1. ഇങ്ങനെയുള്ള 9 വരെയുള്ള നമ്പർ ഉണ്ടാവും. 2-2-2, 3-3-3, മൂന്നൊക്കെ നമ്പറാണ് പറയുന്നത് കേട്ടാ. 4-4-4, 5-5-5, 6-6-6, 7-7-7, 8-8-8, 9-9-9, ഇങ്ങനെയുള്ള കട്ട നമ്പറുകൾ. എന്നിട്ട് ഇപ്പൊ ഈ 3-1 അവിടെ നമുക്ക് തുടങ്ങാം. 3-1 വിചാരിക്കുക. ഇത് മൊത്തം കൂട്ടി നോക്കുക. 1-2-3 തന്നെയാണ്. അപ്പൊ 111 ഹരിക്കണം 3 അടിച്ചു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന നമ്പർ 37 ആയിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ 1-1 തുടങ്ങി 9-9 വരെയും ഇതേപോലെ ചെയ്ത അവിടെ 37 മാത്രമേ വരുള്ളൂ. ഏതൊരു നമ്പർ ആയാലും. ഇപ്പൊ 444 ഒരു കട്ട നമ്പർ, 3 കട്ട നമ്പർ, 4-4-4, ഈ 3-4 കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഇത്ര 12 കിട്ടുന്നത്. അപ്പൊ 444 ഹരിക്കണം 12 എന്നടിച്ചാൽ നമുക്ക് അവിടെ 37 മാത്രമേ വരുള്ളൂ. എല്ലാ കട്ട നമ്പറുകളും ഇങ്ങനെ ചെയ്താൽ 37 മാത്രമേ വരുള്ളൂ. അതാണ് ഈ കട്ട നമ്പറുകളും 37 തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇവിടെ നമ്മൾ ഇത് വെച്ചിട്ട്, അതായത് ഇങ്ങനെ ഒരു ബന്ധം ഇതിലുണ്ട്, 37ന്റെ ഒരു ട്രിക്കാണത്. ഓക്കെ, ഇപ്പൊ ഒരു 5-5-5 എടുത്തിട്ട് 3-5 മൊത്തം കൂട്ടുമ്പോൾ 15. അപ്പൊ 555 ഹരിക്കണം 15 അടിച്ചാൽ അവിടെ 37 വരുള്ളൂ. എല്ലാ കട്ട നമ്പറും അങ്ങനെയാണ്. അപ്പൊ നമുക്കിതിൽ ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് നേരെ എവിടേക്ക് പോവാം? കേരള ലോട്ടറി റിസൾട്ട് എടുത്തിട്ട് ഈ കട്ട നമ്പറുകൾ വരണല്ലോ, എങ്ങനെ എപ്പോ വരുന്നു, ഏത് നേരത്ത് വരുന്നു, അല്ലെങ്കിൽ അത് വരാൻ സമയമായോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതിന്റെ കാര്യം ഞാൻ റിസൾട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഏത് നമ്പറുകൾ വരുമ്പോഴാണ്, ഒരു നമ്പർ വരുമ്പോഴാണ് അപ്പൊ 99-90 ബ്ലോക്ക് വരാൻ സമയമായോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 99-90 ഏത് നമ്പർ എടുക്കണം? 99-92 എടുക്കണോ? 99-97 എടുക്കണോ? ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെയാണ് കട്ട നമ്പറുകളിൽ ലാസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യുക, കട്ട നമ്പർ എന്ന് വരുന്നു എന്നുള്ളതൊക്കെ ഏകദേശം എന്ന് വരുന്നത് വെച്ചാൽ ഏകദേശം നമുക്ക് വരാൻ സമയമായി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഞാൻ റിസൾട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോഴതിന്റെ 37 കട്ട നമ്പറും തമ്മിലുള്ള ബന്ധം അറിയുള്ളൂ. കട്ട നമ്പർ എപ്പോൾ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിൽ കിടക്കാം. വായോ. വീഡിയോ പിടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ നോക്കിയപ്പോൾ സൗണ്ട് ഇല്ല. അപ്പോൾ നമ്മളതിൽ എന്താ സംഭവം എന്നുള്ളത് പറഞ്ഞുതരാം. വോയിസ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 37-0 ബ്ലോക്കുകൾ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 37-0 ബ്ലോക്ക്. ഈ 37-0 ബ്ലോക്കിൽ ലാസ്റ്റ് നമ്പർ എത്രയാണ് വന്നിട്ടുള്ളത് നോക്കുക നിങ്ങൾ. ലാസ്റ്റ് നമ്പർ എത്രയാണോ വന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു നമ്പറാണ് പിന്നീട് കട്ട നമ്പറായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരുന്നത് 37-03 അപ്പോൾ അങ്ങനെയാണെങ്കിൽ 37-03 അടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കട്ട നമ്പർ വരാൻ സാധ്യതയുള്ളത് 3-3 തുടക്കം വരാൻ സാധ്യതയുള്ളത്. കണ്ടാ,
37-0 ബ്ലോക്കിൽ ലാസ്റ്റ് നമ്പർ അടിച്ചിട്ടുള്ളത് അതായത് നോക്കുക, ആ ഒരു നമ്പറാണ് പിന്നീട് കട്ട നമ്പർ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ട് വീഡിയോയിൽ പറഞ്ഞാണ്, പിന്നെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് മാത്രം. അപ്പോൾ 37-03 അടിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ചാൻസ് നമുക്ക് 3-3-3 33-30 ബ്ലോക്കിലാണ്. പക്ഷേ ലാസ്റ്റ് നമ്പർ ഏതെടുക്കുന്നുള്ളത് പിറ്റേ ദിവസം, ചിലപ്പോൾ അന്നത്തെ ദിവസം തന്നെ ചില റിസൾട്ടിൽ വരാറുണ്ട്. പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ വീണ്ടും നോക്കുക 37-0 ഏതാണ് ലാസ്റ്റ് നമ്പർ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വന്നിട്ടുള്ളത് കണ്ടില്ല, 37-07 വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 33-37 അടുത്ത ചാൻസ് നമ്പർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് സംഭവം കണ്ട. അപ്പോൾ അവിടെ 7 ഇടുക, 33-37. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് 33-37 വന്നിട്ടുണ്ടാവും. 33-37 വന്നിട്ടുണ്ട്. 200-ലാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതാക്കണ്ട. ഈ നമ്പർ തന്നെ 5000-ലും കയറി അടിച്ചിട്ടുണ്ട്. 33-37 5000-ൽ കയറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് നമ്പറുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. 37-0 ഏത് നമ്പറാണോ ലാസ്റ്റ് വന്നിട്ടുള്ളത് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ 22-28 കണ്ടില്ലേ, 22-28 അടിച്ചിട്ടുള്ളത് കണ്ടില്ലേ. ഇപ്പോൾ 22-20 എന്ന് പറയുമ്പോൾ 2-2-2 എന്നുള്ള കട്ട നമ്പർ വരണമെന്നുണ്ടെങ്കിൽ മുന്നേ 37-02 അടിച്ചിരിക്കണം. മുന്നേ 37-02 അടിച്ചിരിക്കണം. അപ്പോൾ ആ 2 വന്ന സ്ഥിതിക്ക് എന്തായാലും 2-ൽ കട്ട നമ്പറിൻ്റെ ആ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ലാസ്റ്റ് നമ്പർ 8 വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 37-08 അടിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അതാണ് ഇതിൽ കാണിച്ചിരുന്നത്. അപ്പോൾ 37-02 അടിച്ചതിന് ശേഷം 37-08 അടിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അത് ഒരുമിച്ച് അടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ 22-28 കണ്ടാൽ നമുക്ക് എടുക്കാം. ഇങ്ങനെ നമുക്ക് കട്ട നമ്പർ എന്ന് വരും എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 37-02 ബ്ലോക്കുകൾ അടിച്ചിരിക്കണം. ഇവിടെ 37-02 ഒരേ ദിവസം തന്നെ അടിച്ചിട്ടുള്ളത്. 37-08 ഒന്ന് 200-ലാണെങ്കിൽ ഒന്ന് 100-ലാണ്. അപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് 37-02. അപ്പോൾ ആദ്യം വന്ന നമ്പർ 2 ആയതുകൊണ്ട് 22-20 ബ്ലോക്കിൽ തുടങ്ങുന്നു. ലാസ്റ്റ് നമ്പർ 8-ൽ അവസാനിക്കുന്നു. ഇപ്പോൾ 22-28 അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 22-28 അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ സംഭവം പറയുന്നത്. ഇതേവിടെ 22-28 വന്നിട്ടുള്ളത് കാണിക്കുന്നത്. അതുകൊണ്ട് ആദ്യം വന്ന നമ്പർ ഏതാണോ അത് മാത്രമല്ല, പിന്നെയും നമുക്ക് വേറെ ഒന്നും കൂടി നോക്കാം. ഇപ്പോൾ 37-09 വന്നിട്ടുണ്ട്. 37-09 വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ലാസ്റ്റ് നമ്പർ 9 ആയ സ്ഥിതിക്ക് 9-ൻ്റെ ഒരു കട്ട നമ്പറിലാണ് അടി വരാൻ സാധ്യത എന്ന് മനസ്സിലാക്കുക. 37-09 പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം 37-ൻ്റെ വേറെ നമ്പറൊന്നും വന്നിട്ടില്ല. ലാസ്റ്റ് നമ്പർ നമുക്ക് സെലക്ട് ചെയ്യണ്ടേ. അപ്പോൾ അന്നത്തെ ദിവസം 37-ൽ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം നോക്കുക. 37-09 വന്നതിന് ശേഷം വീണ്ടും 37-ൽ ഏതാണ് അടിച്ചിട്ടുള്ളത്, 37-0 ഏതാണ് അടിച്ചിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും പിറ്റേ ദിവസം നോക്കുക. അപ്പോഴേ നമുക്ക് ലാസ്റ്റ് നമ്പർ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെയും പിറ്റേ ദിവസം നോക്കുമ്പോൾ 37-00 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെവിടെ 37-00 കണ്ടില്ലേ. അപ്പോൾ അവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് 39 അല്ലേ. അപ്പോൾ 39-ൽ ഇപ്പോൾ ലാസ്റ്റ് 00 ഒരു 0 ഇട്ടാൽ മതി. 99-90 നെക്സ്റ്റ് ചാൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 37-09 വന്നപ്പോൾ 9-ൻ്റെ കട്ട നമ്പറാണ് വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ലാസ്റ്റ് നമ്പറും കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ അടിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ 99-90 തന്നെയാണ്. കണ്ടില്ലേ, 99-90 അത് 2 ദിവസം അടുപ്പിച്ചടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. 99-90 തന്നെ പിറ്റേ ദിവസം അടിച്ചിട്ടുണ്ടത്. അപ്പോൾ ഇങ്ങനെ കട്ട നമ്പറുകളിൽ ലാസ്റ്റ് നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് കട്ട നമ്പർ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തണം. ഇതുപോലെ 37-04 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 37-04 അടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 4 എന്നുള്ള ആ ഒരു കട്ട നമ്പർ 44-40 ബ്ലോക്ക് വരാനാണ് സാധ്യത. 44-40 ബ്ലോക്ക് വരാനാണ് സാധ്യത. അപ്പോൾ അത് നോക്കുക. 44-40 ബ്ലോക്ക് ആകുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നമ്പർ നമുക്ക് എന്തായാലും നോക്കണ്ട. അപ്പോൾ വീണ്ടും 37-ൽ ഏതാണ് അടിച്ചിട്ടുള്ളത് എന്നൊക്കെ നോക്കുക. ഇപ്പോൾ 44-40 ബ്ലോക്ക് അടിച്ചിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 37-ൽ നമുക്ക് നോക്കി നോക്കാം. 44-40 ബ്ലോക്ക് 37-ൽ വീണ്ടും അടിച്ചിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക.
ഇവിടെ നോക്കുമ്പോൾ അതേ കണ്ടില്ലേ 37 പിന്നെ അടിച്ചിട്ടുള്ളത് ഏതാണെന്ന് നോക്കണം. എന്നാലേ ലാസ്റ്റ് നമ്പർ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 37 ദേ വീണ്ടും താഴത്ത് കാണുന്നുണ്ട് കണ്ടില്ലേ 3703 കണ്ടല്ലോ ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ചാൻസ് നമ്പർ നമുക്ക് 4443 ഈ 4443 എന്ന് പറയുമ്പോൾ കണ്ട അത് അന്നത്തെ ദിവസം തന്നെ അടിക്കുകയും ചെയ്തു. ഇവിടെ കിടക്കുന്നുണ്ട്. അത് നമ്മളെ ചാൻസ് നമ്പർ അവിടെ 4 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. 4443 പക്ഷേ അത് അന്നത്തെ ദിവസം തന്നെ 500 അടിച്ച് പോയിട്ടുണ്ട്. കിടക്കുന്നത് 500 കിടക്കുന്നത് 4443. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടെത്തിയിട്ട് അടുത്ത ഘട്ട നമ്പറും ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. നിങ്ങൾക്ക് കാര്യം പിടിയിട്ടെന്ന് വിചാരിക്കുന്നു.